ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി 2024-25 അധ്യയന വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഗതിവിധി 1 നോക്കിയാലോ. ഗതിവിധി 1, സൂചന ഗൺ പടയും ഓർ പ്രശ്നോं के उत्तर लिखें. എന്താണ്? പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. അനുക്കോ ഏക് സൈക്കിൾ ലേനെ ദി. അനുവിന് എന്താണ്? ഒരു സൈക്കിൾ വാങ്ങണമായിരുന്നു. മാംകോ തോ ഉസ്നെ മനാ ലിയ. മാം എന്താണ്? അമ്മ അതിനെ സമ്മതിച്ചു. പർ പാപ്പ നെഹി മാനെ. പക്ഷെ എന്താണ്? പാപ്പ അതിന്, അതായത് അച്ഛൻ അതിന് സമ്മതിച്ചില്ല. ഉന്ഹേ ലഗ്താ ഹൈ കി അനു കാ ഹർ ആഗ്രഹ് പൂരാ ഹോത്താ രഹാ തോ വഹ് ബിഗഡ് ജായേഗി. പപ്പ എന്താ ചിന്തിച്ചിരുന്നത്? അനുവിന് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളും പറയുമ്പോൾ സാധിച്ചു കൊടുത്താൽ അവൾ ബിഗഡ് ജായേഗി, ചീത്തയാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. പാപ്പ എക് ഗുല്ലക് ലായേ ഓർ ബോലെ. പാപ്പ എന്താണ്? ഗുല്ലക് എന്ന് പറഞ്ഞാൽ പണക്കുടുക്ക. ഒരു പണക്കുടുക്ക കൊണ്ടുവന്നിട്ട് പറയുകയാണ് ബോലെ പഹലെ കുച്ച് പൈസ ജമാ കർലോ. പഹലെ നീ എന്ത് ചെയ്യണം? ആദ്യം നീ പൈസ കുറച്ച് ശേഖരിച്ച് വെക്കണം എന്ന് പറയുകയാണ് അല്ലേ. ഫിർ സൈക്കിൾ ലേന. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? സൈക്കിൾ വാങ്ങാം. ഗുല്ലക് എക് ഖൂബ്സൂരത് ഹാത്തിക്ക് ആകാർ കാത. ഗുല്ലക് എന്തിൻ്റെ ആകൃതിയുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്? ഖൂബ്സൂരത് ഹാത്തിക്ക്, ഒരു മനോഹരമായൊരു ആനയുടെ ആകൃതിയിലുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ പാരഗ്രാഫിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗദ്യാംശ് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഈ ഗദ്യഭാഗത്തെ അടിസ്ഥാനമാക്കി ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇതിൽ ശരിയായ പ്രസ്താവന? ഏതാണ്? അനുനെ പാപ്പാക്കോ മനാലിയ. ദെൻ അനുനെ പാപ്പ और മാം दोनों को मना लिया. അനുനെ മാം കോ മനാ ലിയ. അനുനെ പാപ്പ और മാം दोनों को नहीं मना लिया. ഇതിലേതാണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്? ഏതാണ്? അതെ, അനുനെ മാം കോ മനാ ലിയ എന്നുള്ളതാണല്ലേ. ദെൻ പാപ്പാക്കോ കിസ്കാ ടർദ. പാപ്പാച്ചിന് എന്താണ്, എന്തിനെ കുറിച്ചായിരുന്നു പേടിയുണ്ടായിരുന്നത്? എന്തിനെയാണ്? അനൂക്കോ ബിഗഡ് ജാനേക്ക. അനൂക്കെ ബിഗഡ് ജാനേക്ക. ആൻസർ എന്താണ്? അനൂക്കെ ബിഗഡ് ജാനേക്ക. പാരഗ്രാഫ് വായി കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ടല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. അനു ക്യാ ചാഹ്തി ദി ഓർ പാപ്പ ക്യാ ലായേ. അനു എന്താണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? പാപ്പ എന്താണ് കൊണ്ടുവന്നത്? അനു എന്താ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? സൈക്കിളാണല്ലേ. നോക്കൂ, അനു സൈക്കിൾ ചാഹ്തി ദി പാപ്പ ഗുല്ലക് ലായേ. പാപ്പ എന്താ കൊണ്ടുവന്നത്? പണപ്പെട്ടി കൊണ്ടുവന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലേ ശരി? ഓക്കെ, അനു സൈക്കിൾ ചാഹ്തി ദി പാപ്പ ഗുല്ലക് ലായേ. ദെൻ ഗുല്ലക് കിസ്കി ആകാർ കാത. ഗുല്ലക് എന്തിൻ്റെ ആകൃതിയിലുള്ളതായിരുന്നു? ഹാത്തിയുടെ ആകൃതിയല്ലേ. സോ ആൻസർ എന്താണ്? ഹാത്തിക്ക്. ഓക്കെ, ദെൻ സൈക്കിൾ ഖരീദനെ കെ ലിയെ പാപ്പാനെ ക്യാ ഉപായ് ബതായ. സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പാപ്പ എന്ത് ഉപായമാണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഗുല്ലക് മേ പൈസ ജമാ കർനെ കാ. ഗുല്ലക് മേ പൈസ ജമാ കർനെ കാ അല്ലേ. ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. ഗതിവിധി 2, सूचना प्रेम के सिवा और कुछ नहीं. डायरी का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. പ്രേം കെ സിവ ഓർ കുച്ച് നെഹീം എന്ന ഡയറിയുടെ ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. अभाव, बीमारी, गरीबी, दुख के बीच साधारण लोगों ने अपने जीवन में दौड़ा दौड़ा प्रेम, दौड़ी दौड़ी आत्मीयता और मनुष्यता बचा कर रही है. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. यही इंसान के भीतर समर्पण ला सकता है. നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്യാർ കെ ലിയെ ഗണ്ട് മേ പ്രയുക്ത ശബ്ദ കോൺ സാ ഹേ. പ്യാർ എന്ന് വരുന്നത് അല്ലേ. പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? അത് സ്നേഹം, ലവ് എന്ന മീനിങ് ആണല്ലേ വരുന്നത്. പ്യാർ കെ ലിയെ ഗണ്ട് മേ പ്രയുക്ത ശബ്ദ കോൺ സാ ഹേ. നമ്മൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് ഏതാണെന്നാണ്? പ്യാർ എന്ന വേർഡിന് പകരം ഏതാണ്? അതെ, പ്രേമാണല്ലേ. പ്രേം. ആൻസർ എന്താണ്? പ്രേം. ओके, देन संकेतों की सहायता से धरती में सबसे ताकतवर मूल्य है विषय पर लघुलेख तैयार करें. അപ്പോൾ എന്ത് ചെയ്യുക? ധർത്തിമേ പ്രേം സബ്സെ തക്താർ മൂല്യം എന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ലഘുലേഖ തയ്യാറാക്കണം. അതിനുള്ള ഹിൻസ് ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. നോക്കൂ, പ്രേം സെ ലോഗോं को बीच का संबंध बढ़ना, देन प्रेम से मनुष्यता का बचाव, देन प्रेम से दोस्ती बढ़ना.
ഇത്രയും ഹിൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. തന്നിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഒരു ലഘുലേഖ തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗതിവിധി 3 നോക്കാം അല്ലേ? ഗതിവിധി 3. सूचना बारिश के बाद कहानी का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. ओके, നമുക്ക് വായിച്ച് നോക്കാം. गुड्डली अभी क्रीड़े को जाते हुए देख ही रही थी कि गुड्डू ने आवाज दी. देख गुड्डली गोकुल गया, कितनी सुंदर मखमली लाल रंग की क्रीड़ी होती है गोकुल गया. बारिश के अलावा और किसी मौसम में दिखती ही नहीं है. എന്താ പറയുന്നത് കൂട്ടുകാരെ? യെസ്, गुड्डली अभी क्रीड़े को जाते हुए देख ही रही थी कि गुड्डू ने आवाज दी. ദേഖ് ഗുഡ്ഡലി ഗോകുൽ ഗയ. എന്താണ്? ഗുഡ്ഡു വിളിച്ചപ്പോൾ ഗുഡ്ഡലി പ്രാണി എന്ത് ചെയ്യുകയായിരുന്നു? നോക്കി നിൽക്കുകയായിരുന്നല്ലേ? ദേഖ് ഗുഡ്ഡലി ഗോകുൽ ഗയ. നോക്കൂ, ഗുഡ്ഡലി ഗോകുൽ ഗയ. എന്താ പറയുന്നത്? കിത്തനി സുന്ദർ മഖ്മലി ലാൽ രംഗ് കി ക്രീഡി ഹോത്തി ഹേ. എത്ര സുന്ദരമായ തിളക്കമുള്ള ചുവന്ന നിറത്തിലുള്ള പ്രാണിയാണ് ഗോകുൽ ഗയ എന്ന് പറയുകയാണല്ലേ. തെൻ ബാരിഷ് കെ അലാവോ ഒരു കിസി മൗസമേ ദിക്തി ഹി നഹി ഹേ. അപ്പം എന്താ പറയുന്നത്? ബാരിഷ് കെ മൗസമേ, മഴയല്ലാതെ മറ്റൊരു സീസണിലും, മൗസം എന്ന് പറഞ്ഞാൽ സീസൺ അഥവാ കാലാവസ്ഥയിലെ, മൗസമേ ദിക്തി നഹി ഹേ, മറ്റൊരു സീസണിൽ ഇത് കാണാനാകില്ല എന്നാണല്ലേ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഗോകുൽ ഗയ്യ കിസ് മൗസം മേ ദിക്തി ഹേ. കിസ് മൗസം മേ ദിക്തി ഹേ, ഏത് കാലാവസ്ഥയിലാണ്? യെസ്, പറഞ്ഞിട്ടുണ്ടല്ലേ. ബാരിഷ് കെ മൗസം ആണല്ലേ. ആൻസർ എന്താണ്? ബാരിഷ് കെ മൗസം മേ. देन गुड्डू और गुड्डली गोकुल गया देखते हुए उसे पकड़कर स्कूल के जाने चाहते हैं. दोनों के बीच बातचीत लगी. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ ആണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഗുഡ്ഡു പറയാണ് ദേഖ് ഗുഡ്ഡലി ഗോകുൽ ഗയ്യ വഹ് ബഹുത്ത് സുന്ദർ. ഗുഡ്ഡലി പറയാണ് വാവ് ബഹുത്ത് സുന്ദർ. അപ്പോൾ ഗുഡ്ഡു പറയണ എന്താ? മിസ്കാ രംഗ് ലാൽ ഹേ, ഇതിൻ്റെ നിറം ചുവപ്പാണ്. അപ്പോൾ ഗുഡ്ഡലി പറയാണ് ഇസേ സ്കൂളിലെ ജായേം ഓർ ദോസ്തോം കെ ദിക്കായേ, നമുക്കിത് എന്ത് ചെയ്യാം? സ്കൂളിലേക്ക് കൊണ്ടുപോവാൻ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഗുഡ് എന്താ പറയുന്നത്? മജീസ്കി ഡിബി ലേലോ. എന്താണ് മജീസ്കി ടിബി ലേലോ? തീപ്പെട്ടിയുടെ കൂടെ എടുക്കാൻ പറയുകയാണല്ലേ. അപ്പോൾ ഗുഡ്ഡലി പറയാണ് ഇതർ ഹേ, ഇതാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു കോൺവെർസേഷൻ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹാത്തിയോं के रज़गो पाड़ के ഗുസർ പാടിക്ക് ആധാർ പർ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. ഓക്കെ, നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ ചിത്രങ്ങളാണല്ലേ നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ചിത്രോക്കെ ആധാർ പർ വാക്യക്കോ ക്രമബദ്ധ കരേ, ക്രമപ്പെടുത്തി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. छोटा बच्चा डिवाइडर पर पार करने में असमर्थ होता है. देन हथिनी और उसका बड़ा बच्चा आसानी से डिवाइडर पार करते हैं. देन हथिनी अपने दोनों बच्चों के साथ सड़क पार कर रही है. हथिनी डिवाइड पार करने में छोटे बच्चे की സഹായത करती है. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഏതായിരിക്കും വരിക നോക്കൂ. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഹദിനി അപ്നെ ദോനോ ബച്ചോം കെ സാത്ത് സഡക് പാർ കർ രഹി ഹേ. ഒന്നാമത് അതാണല്ലേ വരുന്നത്, ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് ഏതായിരിക്കും നമുക്ക് നോക്കാം. യെസ്, സെക്കൻഡ് छोटा बच्चा डिवाइडर पार करने में असमर्थ है. देन हदिनी और उसका बड़ा बच्चा आसानी से डिवाइडर पार करते हैं. देन सेकंड ഏതാ വരിക? ഒന്ന്. യെസ്, രണ്ട്. हदिनी और उसका बड़ा बच्चा आसानी से डिवाइडर पार करते हैं. देन थर्ड छोटा बच्चा डिवाइडर पार करने में असमर्थ होता है. देन फोर्थ हदिनी डिवाइडर पर पार करने में छोटे बच्चे की सहायता करती है. യെസ്, ഇതുപോലെയാണല്ലേ. ओके, देन यहाँ बच्चे के प्रति हदिनी का कौन सा मनोभाव प्रकट होता है? ഏത് മനോഭാവമാണ്? പ്യാർ കാ, സ്നേഹത്തിൻ്റെ അല്ലേ? യെസ്, ആൻസർ എന്താണ്? പ്യാർ കാ. യെസ്, അപ്പോൾ ഇത്രയും യെസ് ഗതിവിധി 5 നമുക്ക് നോക്കാം അല്ലേ.
5 നോക്കാം. ജന്നത്ത് കെ ബച്ചെ ഫിലിം ലേഖക യഹ് അംശ് പഠേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിമിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലെ, ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിലിം കാ നാം ഹേ ചിൽഡ്രൻ ഓഫ് ഹെവൻ യാനി ജന്നത്ത് കെ ബച്ചെ. യഹ് एक ईरानी फिल्म है. इस फिल्म के मुख्य किरदार है अली और जाहरा नाम के 2 बच्चे. എന്താ പറയുന്നത്? ഫിലിം കാ നാം ഹേ എന്താണ്? ചിൽഡ്രൻ ഓഫ് ഹെവൻ യാനി ജന്നത്ത് കെ ബച്ച്. യഹ് ഇറാനി ഫിലിം ഹേ, ഇതൊരു ഇറാനി ഫിലിമാണ്. ഇസ് ഫിലിം കെ മുഖ്യ കിർദാർ ഹേ, ഈ ഫിലിമിലെ മുഖ്യ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? യെസ്, അലി ഓർ സാഹിറ നാം കെ 2 ബച്ച്. അലി എന്നും സാഹിറ എന്നും പേരുള്ള 2 കുട്ടികളാണ്. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ചിൽഡ്രൻ ഓഫ് ഹെവൻ കഹാം കി ഫിലിം ഹേ. ഏത് ഫിലിമാണ്? ഇറാൻ അല്ലേ? യെസ്, ഇറാൻ കി. ആൻസർ എന്താണ്? ഇറാൻ കി. ओके, द नेक्स्ट क्वेश्चन നോക്കാം. आपके स्कूल में सुरीली हिंदी मंच के नेतृत्व में चिल्ड्रन ऑफ हेवन का प्रदर्शन होने वाला है. इसकी सूचना देने के लिए ഉദ്ഘോഷണ തയ്യാർ കരേം. ഈ ഉദ്ഘോഷണം നമ്മൾ ചെയ്തൊരു പ്രവർത്തനം തന്നെയാണ് അല്ലേ, ക്ലാസ്സിൽ ചെയ്തൊരു പ്രവർത്തനമാണ്. അപ്പോൾ എന്താണ് ഉദ്ഘോഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാവുന്നതാണ്, ഇതുപോലെ എഴുതണമെന്നില്ല. ഓക്കെ, दिन गतिविधि च നോക്കാം. सूचना साफ सफाई में अव्वल का लेख का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. എന്താണ്? സാഫ് സഫായി മേ അവൽ ഗ എന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. യഹാം ലോग अपने घर से निकलने वाले कूड़े कचरे के भी डस्टबिन में जमा करता है और फिर उसे एक जगह इकट्ठा कर खेती के लिए गाद की तरह इस्तेमाल करते हैं. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മാവ്ലിനോഗ് ലോഗ് കൂടെ കച്ചരെ ഇക്കട്ട കർ കിസ്കെ ലിയെ ഇസ്തമാൽ കർത്തേ ഹെ. എവിടെയാണ്? യെസ്, നോക്കൂ, ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അല്ലേ. യഹാം ലോഗ് അപ്നെ ഘർ മേ നിക്കൽനെ വാലെ കൂടെ കച്ചരേക്ക് ഡസ്റ്റ്ബിൻ സമാ കർത്തേ ഹെ. അപ്പം എന്താണ് ആൻസർ വരുന്നത്? യെസ്, इसके एक जगह इकट्ठा कर गेती के लिए. आंसर എന്താണ്? गेती के लिए അല്ലേ. ആൻസർ गेती के लिए. നോക്കൂ, ഇവിടെ फिर उसे एक जगह इकट्ठा कर गेती के लिए की तरह इस्तेमाल करते हैं. ആൻസർ സെക്കൻഡ് സെന്റൻസിൽ പറയുന്നുണ്ട് അല്ലേ, गेती के लिए. ओके, देन स्वस्थ रहने के लिए पर्यावरण की साफ रखना यह संदेश देने वाले का एक पोस्टर तैयार करें. स्वस्थ रहने के लिए पर्यावरण को साफ रखना അല്ലേ. പര്യാവരണം എന്ത് ചെയ്യുക? വൃത്തിയായി സൂക്ഷിക്കുക, പരിസ്ഥിതി വൃത്തിയായി സൂക്ഷിക്കുക. യഹ് സന്ദേശ് ദേനെ വാല ഏക് പോസ്റ്റർ തയ്യാർ കരേം. ഈ സന്ദേശം, അതായത് ഈ സന്ദേശം ഉൾക്കൊള്ളിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? യെസ്, ബോർഡറൊക്കെ വരച്ച് ആ സന്ദേശം നമ്മളിവിടെ എഴുതി, എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മനോഹരമായി നിറമൊക്കെ കൊടുത്ത് എന്ത് ചെയ്യുക? പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.